ഇവയോ ദീപകം ജീവദായകം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശ്വരേറ്റം സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ദുഷ്ടൻ അവനെ തൊടുകയില്ല എന്നുള്ള ഒരു പൊതു ശീർഷകത്തിൽ നമ്മൾ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഒന്നൊന്നായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഈ ഒരു വചന പ്രബോധന പരമ്പരയിൽ. അതിൻ്റെ 74-ാമത്തെ സെഷനിലേക്കാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദുഷ്ടൻ അവനെ തൊടുകയില്ല എന്നുള്ളത്, നമ്മെ തൊടുകയില്ല ദുഷ്ടൻ എന്നുള്ളതിൻ്റെ വചന വാഗ്ദാനമാണ് നമുക്കറിയാം. എന്നാൽ നമുക്കറിയാം ബൈബിള് ആരംഭിക്കുന്നിടത്ത് തന്നെ ദുഷ്ടൻ തൊടാൻ ഇടവന്ന നമ്മുടെ ആദ്യ മാതാപിതാക്കളെക്കുറിച്ച് വായിച്ചുകൊണ്ടാണ് നമ്മൾ ആരംഭിക്കുന്നത്. രക്ഷാകര ചരിത്രം മുഴുവൻ്റെ ആരംഭം ദുഷ്ടൻ നമ്മുടെ ആദ്യ മാതാപിതാക്കളെ തൊട്ടു എന്നതിലാണല്ലോ. ദുഷ്ടന് തൊടാൻ പറ്റാത്ത വ്യക്തിയായിട്ട് ഈശോ കടന്നു വന്നു. ഈശോയ്ക്ക് ഭൂമിയിലേക്ക് കടന്നു വരാനായിട്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ തൻ്റെ ജീവിതം മുഴുവനും സമർപ്പിച്ച പരിശുദ്ധ അമ്മയും ദുഷ്ടന് തൊടാൻ പറ്റാത്ത വ്യക്തിയായിട്ട് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുകയാണ്. ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും മാതൃകയിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കുമ്പോഴാണ് ദുഷ്ടന് നമ്മളെ തൊടാൻ പറ്റുകയല്ലെന്നാകുന്നത്. ദുഷ്ടൻ തൊടുവോ ഇല്ലയോ എന്നുള്ളത് ഒരു വലിയ വിഷയമാണ് എന്ന് നമ്മൾ ഈ കഴിഞ്ഞു പോയ ഈ പരമ്പരയുടെ സെഷനുകളിലൂടെ കാണുകയായിരുന്നല്ലോ. ദുഷ്ടന് നമ്മെ തൊടാൻ സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ ജീവിതത്തെ വളരെ നിർണായകമായ രീതിയിൽ ബാധിക്കുന്ന ഒരു വിഷയമാണ് എന്ന് നമ്മൾ ഈ ഒരു പരമ്പരയുടെ കഴിഞ്ഞു പോയ സെഷനുകളിൽ ക്രമമായിട്ട് കണ്ടുവരികയായിരുന്നു. കഴിഞ്ഞ ഏതാനും സെഷനുകളിൽ നമ്മൾ പഴയ നിയമത്തിൽ റൂത്തിൻ്റെ പുസ്തകത്തിൽ ആരംഭിച്ച് സാമുവേലിൻ്റെ 1-ാം പുസ്തകത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ദാവീദിൻ്റെ വല്യപ്പനും വല്യമ്മയുമായിരുന്ന ബോവാസ്, റൂത്ത്, പിന്നെ അവരുടെ മകൻ ഓബദ്, അവരുടെ മകനായ ജസ്സയുടെ മകനായ ദാവീദിൻ്റെ പുത്രൻ വീണ്ടും നമ്മൾ സോളമൻ, ഇങ്ങനെയുള്ള ഒരു 5 തലമുറയെ നമ്മൾ ബൈബിളിൻ്റെ പേജുകളിൽ നിന്ന് ശ്രദ്ധിച്ചിട്ട് എങ്ങനെയാണ് ദുഷ്ടൻ നമ്മുടെ ആദ്യ മാതാപിതാക്കളെ തൊട്ടത്, മക്കളിലേക്ക്, കൊച്ചുമക്കളിലേക്ക്, പേരക്കിടാങ്ങളിലേക്ക്, അനേക തലമുറകളിലേക്ക് നമ്മൾ ഓരോരുത്തരിലേക്കും വന്നിട്ട് നമ്മൾ ഞെരുക്കാൻ ഇട വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ആഴപ്പെട്ട വചനബോധ്യം സ്വന്തമാക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുകയായിരുന്നു. നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങളാണ് ഈ പങ്കുവെക്കുന്ന മുഴുവനും. അതിൻ്റെ പ്രാധാന്യം നമ്മൾ കണ്ടതാണ്. ഈശോ തൻ്റെ ശുശ്രൂഷ ആരംഭിക്കാനായിട്ട് അധരം തുറന്നത് മുതൽ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നത് മുമ്പുള്ള 40 ദിവസങ്ങൾ ഉൾപ്പെടെയുള്ള ആ കാലഘട്ടം മുഴുവനിലും ഈശോ നിരന്തരം പങ്കുവെച്ച്, പഠിപ്പിച്ച്, വിശദീകരിച്ച് അവതരിപ്പിച്ച ആശയം ദൈവരാജ്യം എന്നുള്ളതാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞു. ഞാൻ ഒന്നുകൂടെ അല്പം സൂചിപ്പിച്ച് കണക്ട് ചെയ്ത് പങ്കുവെക്കുന്നു മാത്രമേ ഉള്ളൂ. ആ ദൈവരാജ്യത്തിൻ്റെ വിഷയം ഇപ്രകാരം ഈശോയുടെ ഉള്ളിൽ നിറഞ്ഞ് വരാനുള്ള കാരണവും നമ്മൾ കണ്ടതാണ്. നരകരാജ്യം കയറി കിടക്കുന്നു എന്നുള്ളതാണ്. ആ നരകരാജ്യം ഭൂമിയിലേക്ക്, മനുഷ്യവർഗത്തിലേക്ക് കയറി വന്ന നിമിഷമാണ് ആദ്യ മാതാപിതാക്കളെ ദുഷ്ടൻ തൊടാൻ ഇടവന്ന നിമിഷം. അവൻ അതേ രീതിയിൽ ഇന്ന് ഭൂമി ജീവിക്കുന്ന സകലരെയും തൊട്ട് അവൻ്റെ നാരകീയ അവസ്ഥയിലേക്ക് പതിപ്പിച്ച് അവൻ്റെ നിയന്ത്രണത്തിലാക്കി കൊണ്ടുപോകുന്ന അവസ്ഥാവിശേഷം ഇന്ന് വല്ലാതെ സംജാതമായിട്ടുണ്ട്. അതാണ് നരകരാജ്യം വാഴുന്നൊരവസ്ഥ.
ഇതിനെതിരെയാണ് നമ്മൾ യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 17, 18, 19 വാക്യങ്ങളിൽ കാണുന്നതായ ദുഷ്ടൻ അവനെ തൊടുകയില്ല എന്നുള്ള വചന വാഗ്ദാനം നമ്മൾ ഈ ഒരു പരമ്പരയ്ക്ക് മുഴുവനും ഒരു പൊതുശീർഷകമായിട്ട് കണ്ടുകൊണ്ട് ധ്യാനിച്ച് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ ഏതാനും സെഷനുകളിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ എങ്ങനെയാണ് ആദ്യ മാതാപിതാക്കൾ ദുഷ്ടനാൽ സ്പർശിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായത്, മനുഷ്യർക്ക് മുഴുവൻ്റെയും ദൗർഭാഗ്യ അവസ്ഥയായിട്ട് മാറാൻ ഇട വന്നത് എന്നത് ഒരു വലിയ ചർച്ചയുടെ ഒപ്പം സഭാ പ്രബോധനത്തിൻ്റെ വിഷയമാണ്. ഉത്ഭവ പാപം എന്ന പേരിൽ നമ്മൾ അതേക്കുറിച്ച് പഠിക്കുന്നുണ്ട്. സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ കഴിഞ്ഞു പോയ ഏതാനും സെഷനുകളിൽ സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മൾ സാമാന്യം വിശകലനം ചെയ്തുകൊണ്ട് ഈ ഉത്ഭവ പാപത്തെക്കുറിച്ച് സഭ എന്താണ് പഠിപ്പിക്കുന്നത് കണ്ടത് ഓർക്കുന്നുണ്ടാകുമല്ലോ. 388-ാമത്തെ നമ്പറിൽ സഭയോടെ പഠിപ്പിക്കുന്നത് ശ്രദ്ധിച്ചു. ഉത്ഭവ പാപത്തെക്കുറിച്ചുള്ള സഭയുടെ പ്രബോധനം വളരെ കാതലായ ഒരു വിശ്വാസ സത്യമാണ്. അത് ഒരു തരത്തിൽ മാറ്റിവെക്കാവുന്ന ഒരു ചെറിയ ഒരു പ്രബോധനത്തിൻ്റെ തലമല്ല. അത് തിരുത്താനായിട്ട് ആരെങ്കിലും തയ്യാറാവുക അല്ലെ ഉദ്യമിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈശോ വഴിയുള്ള രക്ഷാകര പ്രവർത്തനത്തിൻ്റെ വെളിപാടിനെ അനുചിതമായിട്ട് തിരുത്തി വികലമാക്കുന്ന അപകടത്തിലേക്ക് മാത്രമേ സഭയെ കൊണ്ട് എത്തിക്കുകയുള്ളൂ എന്ന് ക്രിസ്തുവിൻ്റെ മനസ്സ് നല്ലപോലെ അറിയുന്ന സഭയ്ക്ക് കൃത്യമായിട്ട് അറിയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് 388-ാമത്തെ നമ്പറിൽ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഈ ഉത്ഭവഭാവത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ ആരംഭിക്കുന്നത്. അങ്ങനെ എടുത്തു പറയാനുള്ള കാരണം നമ്മൾ സൂചിപ്പിച്ചതാണ്. ഞാൻ ഒന്നുകൂടെ ഓർമ്മയിലേക്ക് വെക്കുന്നത്, കനിയ മേഖലയിൽ ചില ദൈവശാസ്ത്രജ്ഞന്മാർ പോലും ഉത്ഭവപാപം എന്ന് പറയുന്നത് ഒരു പഴയ ഒരു ചിന്തയാണ്, പഴയ ഒരാശയമാണ്, ഇതൊന്നിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല എന്നൊക്കെയുള്ളൊരു വാദഗതി കുറച്ച് ഉന്നയിക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് സഭ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് ഉത്ഭവപാപത്തിനെ കുറിച്ചുള്ള സഭയുടെ പ്രബോധനം ഒരു തരത്തിലും അവഗണിക്കാവുന്നതല്ല എന്ന് അടിവരയിട്ട് ഈ മതബോധന ഗ്രന്ഥത്തിൽ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത്. ഉത്ഭവപാപത്തെക്കുറിച്ചുള്ള പ്രബോധനം പല വ്യക്തികൾക്കും സ്വീകാര്യമല്ലാതെ വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഉത്ഭവപാപത്തിൻ്റെ കാരണമായ സംഭവം ആദ്യ മാതാപിതാക്കളെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ദുഷ്ടൻ തൊട്ടു എന്ന് വെച്ചാൽ ദുഷ്ടൻ അവരെ പാപത്തിലേക്ക് വീഴിച്ചു എന്നുള്ളതാണ്. ഈ ദുഷ്ടൻ, പുരാതന സർപ്പം, സാത്താൻ, പിശാചെന്ന് വിളിക്കപ്പെടുന്ന അരൂപി, ഇങ്ങനെ ഒരു അരൂപി ഉണ്ട് എന്ന് അംഗീകരിക്കാനായിട്ട് ഇന്ന് വിദ്യാഭ്യാസമുണ്ടെന്ന് അഭിമാനിക്കുന്ന പല വ്യക്തികളും അതുപോലെ തന്നെ ദൈവശാസ്ത്രം പഠിച്ച് വരുന്ന പല വ്യക്തികളും അത്ര തയ്യാറാകുന്നില്ല. അവരുടെ വ്യക്തിപരമായ കലക്കത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു ആക്ഷേപം അല്ലെങ്കിൽ വാദഗതിയാണ് ഉത്ഭവപാപം അവഗണിച്ച് വിടേണ്ടതാണ് എന്ന്. എന്നാൽ സഭ പഠിപ്പിക്കുകയാണ് ഇത് അവഗണിക്കാനേ പറ്റത്തില്ല. കാരണം ഉത്ഭവപാപത്തിൻ്റെ സ്വാധീനം ഇതുപോലെ സകല ജനപദങ്ങളെയും സകല തലമുറകളെയും തിന്മയിലേക്ക് വലിച്ചഴിക്കുന്നില്ലായിരുന്നുവെങ്കിൽ പരിശുദ്ധ ത്രിത്വത്തിൽ രണ്ടാമത്തെ ആളായ യേശു ക്രിസ്തു മനുഷ്യനായിട്ട് ഭൂമിയിൽ അവതരിക്കേണ്ടി വരുമായിരുന്നില്ല. അതുകൊണ്ടാണ് സഭ പഠിപ്പിക്കുന്നത് രക്ഷാകര ചരിത്രം മനസ്സിലാക്കണമെങ്കിൽ ഉത്ഭവപാപത്തെക്കുറിച്ചുള്ള പ്രബോധനം മനസ്സിലാക്കിയേ പറ്റൂ എന്നുള്ളത്. ഈ ഉത്ഭവപാപം വഴിയായിട്ട് നമ്മിലേക്ക് പകർന്നു കിട്ടുന്ന കാര്യങ്ങൾ തിന്മയുടെ വളരെ അധികമായ ഒഴുക്കുകളാണ്. നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി 4 മേഖലകളിൽ തിന്മ നമ്മിലേക്ക് പകർന്നു കിട്ടുന്നൊരനുഭവം ഉത്ഭവപാപത്തിൻ്റെ ദുസ്വാധീനം വഴി നമ്മിലേക്ക് വന്നിട്ടുണ്ട്. ആ 4 മേഖലകൾ നമ്മൾ സൂചിപ്പിച്ചു പോയതാണ്. ഒന്ന്, ദൈവവുമായുള്ള നമ്മളുടെ ബന്ധത്തിൽ വലിയ അപചയം കടന്നുകൂടി, ദൈവത്തെ ഭയപ്പെടാൻ തുടങ്ങി, ദൈവത്തിൽ നിന്നും ഓടി അകലുന്നൊരവസ്ഥ, ദൈവത്തെക്കുറിച്ച് തെറ്റായ ഒരു ധാരണ കയറി വരുന്നു. ഇത് വലിയൊരു മേഖലയാണ്. ഈ മേഖലയിൽ തിരുത്തൽ വരുത്തുവാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഈശോ തൻ്റെ ശുശ്രൂഷയുടെ ഭൂരിഭാഗം സമയവും പഠിപ്പിക്കുന്നതിന് വേണ്ടി വിനിയോഗിച്ചത്.
ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലോട് മാറ്റിവെച്ചത്. നമുക്കതേപ്പറ്റി പിന്നീട് സമയമെടുത്ത് തന്നെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. എങ്കിലേ ദുഷ്ടൻ നമ്മളെ തൊടുന്ന അവസ്ഥ നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ ഒരു മേഖല, ദുഷ്ടൻ തൊടുക വഴി മാതാപിതാക്കളൊക്കെ ഉണ്ടായത് ഈ ഉത്ഭവഭാവം വഴി നമ്മളിലേക്ക് പറന്ന് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെയൊക്കെ വ്യക്തി ജീവിതങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഒരു താളം തെറ്റലാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ആന്തരിക മേഖലകൾ വളരെ കലുഷിതമായി, പുലസമസ്തരം പിന്നീട് പറയുന്നത് പോലെ, ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ അവൻ്റെ എല്ലാ ചെയ്തികളോടും കൂടെ ഉരിഞ്ഞു കളയുവിൻ, ദൂരെ കളയുവിൻ എന്ന് അപ്പസ്തലൻ പറയാൻ ഇടവരുന്നത് നമ്മുടെ ഉള്ള് ആസക്തികളാൽ കലുഷിതമായിരിക്കുന്നു, പ്രക്ഷുബ്ധമായിരിക്കുന്നു, ശാന്തതയില്ലാത്തൊരവസ്ഥ. അതിൻ്റെ ഫലമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് CCC പറയുന്നിടത്തും രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നിടത്തും എല്ലാം ഉപയോഗിക്കുന്ന ഒരു പരാമർശനമാണ് വിഷമമേറിയ പോരാട്ടത്തിൻ്റെ ഒരനുഭവമായിട്ട് മനുഷ്യജീവിതം മാറി എന്നുള്ളത്. റോമായിലെ സഭയ്ക്കുള്ള ലേഖനത്തിൻ്റെ 7-ാമത്തെ അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ കൃത്യമായിട്ട് പറയുന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതമായ വചനഭാഗമാണ്. ഞാൻ പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ട ദുർഭകനായ മനുഷ്യൻ, എനിക്ക് നന്മ ആഗ്രഹിക്കാൻ സാധിക്കുന്നു, പക്ഷെ ആഗ്രഹിക്കുന്ന നന്മയല്ല, വെറുക്കുന്ന തിന്മയാണ് ഞാൻ ചെയ്തു പോകുന്നത്. അപ്പോൾ എന്നിൽ തന്നെ എൻ്റെ നല്ല ആഗ്രഹത്തിന് നിരക്കാത്ത, അതിനോടും മല്ലുപിടിക്കുന്ന ഒരു തിന്മയുടെ നിയമം ഞാൻ കാണുന്നു. ഞാൻ ദുർഭകനായ മനുഷ്യൻ എന്നിങ്ങനെ അപ്പോസ്തലന് പഠിപ്പിക്കുന്നത് നമ്മൾ റോമ 7 കാണുന്നുണ്ട്. അത് ഈ ഒരു ആന്തരിക പോരാട്ടത്തിൻ്റെ ദയനീയമായ അവസ്ഥയെ സൂചിപ്പിച്ചുകൊണ്ടാണ്. ഉത്ഭവ പാപത്തിലൂടെ കടന്നു വരുന്നതായ ഈ ദുഷ്ടൻ തൊട്ടതിൻ്റെ ദുരനുഭവങ്ങളുടെ 3-ാമത്തെ തലം നമ്മൾ സൂചിപ്പിച്ചതാണ്. എങ്കിൽ ഞാൻ വീണ്ടും ഒന്നുകൂടെ ശ്രദ്ധപ്പെടുത്തുകയാണ്. മറ്റുള്ളവരുമായുള്ള നമ്മുടെ ബന്ധങ്ങളിൽ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു അകൽച്ചയുടെ അനുഭവമാണ്. സഹോദരങ്ങളെ സ്നേഹിക്കുക എന്ന് പറയുന്നത് നമുക്ക് ബോധപൂർവം ബലം പ്രയോഗിച്ച് നമ്മൾ സ്വന്തമാക്കേണ്ട, അനുവർത്തിക്കേണ്ട ഒരു പ്രക്രിയയായിട്ട് മാറിയിരിക്കുന്നതായിട്ട് നമുക്കെല്ലാവർക്കും അനുഭവമാണ്. പലപ്പോഴും ചില വിശുദ്ധ പിതാക്കന്മാർ പങ്കുവെക്കാറുണ്ട്, മനുഷ്യൻ ദുഷ്ടരാകുന്നത് 2 കാരണത്താലാണ്. 1, അവർ സ്നേഹിക്കപ്പെടാത്തത് കൊണ്ട്. 2, അവർ മോശമായ രീതിയിൽ സ്നേഹിക്കപ്പെട്ടത് കൊണ്ട്. ഈ 2ൻ്റെയും അടിയിൽ കിടക്കുന്ന കാരണം, പിന്നിലുള്ള കാരണം നമ്മൾ നിരീക്ഷിക്കുമ്പോൾ മറ്റു വ്യക്തികളിൽ നിന്നും നമുക്ക് കിട്ടേണ്ട സ്നേഹം കിട്ടാതെ പോയി, അല്ലെങ്കിൽ സ്നേഹം കിട്ടിയെന്ന് വിചാരിച്ച അവസരത്തിൽ അത് വിശുദ്ധമായ നന്മയുള്ള വ്യവസ്ഥയില്ലാത്ത വളർത്തുന്ന ശക്തിപ്പെടുത്തുന്ന സ്നേഹം ആകാതെ പോയി എന്നുള്ളതാണ്. പരസ്പര ബന്ധത്തിൽ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് വരുന്നതിന് പകരം അകൽച്ചയുടെയും വിമർശനത്തിൻ്റെയും പഴിക്കലിൻ്റെയും കുറ്റപ്പെടുത്തലിൻ്റെയും ഒക്കെ ഒരു വല്ലാത്ത അന്തരീക്ഷം മനുഷ്യ ബന്ധങ്ങളെ സ്വാധീനിക്കുകയും നയിക്കുകയും പലപ്പോഴും കീഴ്പ്പെടുത്തുക പോലും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു തലത്തിൻ്റെ ഈ ഒരു അപജയ അവസ്ഥ ഉത്ഭവ പാപത്തിലൂടെ തലമുറകളിലേക്ക് നമ്മളെല്ലാവരിലേക്കും കടന്നു വന്നിരിക്കുന്നത് ദുഷ്ടൻ്റെ വിജയത്തിൻ്റെ 3-ാമത്തെ മേഖലയാണ്. ദുഷ്ടൻ്റെ വിജയത്തിൻ്റെ 4-ാമത്തെ ഒരു മേഖല നമ്മൾ ശ്രദ്ധിക്കുന്നത്, നമ്മൾ ജീവിക്കുവാൻ ദൈവം നമുക്ക് സൃഷ്ടിച്ച് കനിഞ്ഞ് നൽകിയിരിക്കുന്ന ഈ പ്രപഞ്ചം, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയുടെ ഓരോ ഘട്ടത്തിലും ദൈവം അറിഞ്ഞ് പറയുന്നതായിട്ട് ഉൽപ്പത്തിയുടെ ആദ്യ അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുന്നത് നമുക്കറിയാം. നന്നായിരിക്കുന്നു, നന്നായിരിക്കുന്നു, നന്നായിരിക്കുന്നു. അങ്ങനെ നന്നായിരിക്കുന്നുവെന്ന് ഉള്ളു നിറഞ്ഞ് പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തി ദൈവം ഘട്ടം ഘട്ടമായി സൃഷ്ടിച്ച് നമുക്ക് നൽകിയ ഈ പ്രപഞ്ചം ദുഷ്ടൻ്റെ ഇടപെടൽ വഴിയുണ്ടായ ആദ്യ പാപത്തോടു കൂടി തന്നെ ശാപമേറിയതായി മാറി എന്ന് ദൈവം തന്നെ പ്രഖ്യാപിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നീ മൂലം, ആദ്യത്തെ നോക്കിക്കൊണ്ട് ദൈവം പറയുകയാണ് അവിടെ, നീ മൂലം ഞാൻ അരുതെന്ന് പറഞ്ഞ പ്രവൃത്തി സ്ത്രീയുടെ വാക്ക് കേട്ട് നീ തിന്നതുകൊണ്ട് ചെയ്തതുകൊണ്ട് നീ മൂലം ഈ മണ്ണ് ശാപമുള്ളതായി മാറിയിരിക്കുന്നു.
അങ്ങനെ ശാപമേറ്റ മണ്ണിൽ വസിക്കുന്ന വ്യക്തികൾ ആ മണ്ണിൻ്റെ ശാപം ഏറ്റിട്ട് ദഹിച്ചു തീരുന്നു, ഇല്ലെന്നായി തീരുന്നുവെന്ന് പിന്നീട് നമ്മൾ വചനത്തിൽ ആവർത്തിച്ച് കാണുന്നത് നമുക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റത്തില്ല. റോമാലേഖനത്തിൻ്റെ 8-ാമത്തെ അധ്യായത്തിലും മെഡിക്കൽ സൂചിപ്പിച്ചതാണ്. പൗലോസ് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ സൃഷ്ടപ്രപഞ്ചം നെടുവീർപ്പിട്ട് ഈറ്റുന്നവർ അനുഭവിച്ച് ജീർണതയുടെ അടിമത്തത്തിന് അടിപ്പെട്ടുകൊണ്ട് ദൈവമക്കളുടെ വെളിപ്പെടുത്തലിന് വേണ്ടി ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുകയാണ്. ദൈവമക്കൾ വെളിപ്പെട്ടെങ്കിൽ മാത്രമേ ദൈവിക ജീവൻ്റെ നന്മയുടെ നിറവിലേക്ക് ഈ പ്രപഞ്ചത്തിന് പോലും വരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈശോ തൻ്റെ ദൗത്യം അപ്പസ്തലന്മാരെ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തതിന് മുമ്പ് ഏൽപ്പിച്ചപ്പോൾ അപ്പസ്തലന്മാരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി സമസ്ത സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. ലോകമെങ്ങും പോയി എല്ലാ മനുഷ്യരോടും മാത്രമല്ല, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. മാർക്കോസിന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന വാക്യം നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ സുവിശേഷം സ്വീകരിക്കാൻ എല്ലാ സൃഷ്ടികൾക്കും സ്വമേധയെ സാധിക്കുകയില്ല. കാരണം അവർക്ക് സ്വതന്ത്ര മനസ്സ് ഇല്ലല്ലോ. സൃഷ്ടികൾക്ക് വേണ്ടി മനുഷ്യനത് സ്വീകരിക്കണം. അതുകൊണ്ടാണ് ഈശോടെ പറഞ്ഞത്, ഈ സുവിശേഷ പ്രസംഗം നിങ്ങൾ നടത്തേണ്ടത് സൃഷ്ടപ്രപഞ്ചം മുഴുവനോടും എല്ലാ സൃഷ്ടികളോടും ആയിരിക്കണം. എന്നാൽ ആ സുവിശേഷ പ്രസംഗം സ്വീകരിച്ച് രക്ഷ സൃഷ്ടികൾക്ക് വേണ്ടി കൂടി സ്വന്തമാക്കേണ്ടത് വിശ്വസിക്കുന്ന വ്യക്തികളാണ്. അതാണ് പറയുന്നത്, വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവർ അവരുടെ കൂടെ ഈ അടയാളങ്ങളുണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുകളെ ബഹിഷ്കരിക്കും. മർക്കോസിന്റെ സുവിശേഷത്തിൻ്റെ അവസാന വാക്യങ്ങൾ നമ്മളങ്ങനെ വായിക്കുകയാണല്ലോ. അങ്ങനെ പൈശാചികളെ ബഹിഷ്കരിക്കാനുള്ള ശക്തി ആർജിക്കുന്ന മനുഷ്യ മക്കളാണ് ദൈവമക്കളുടെ വെളിപ്പെടലിലൂടെ ഈ സൃഷ്ടപ്രപഞ്ചത്തെ എല്ലാവിധ തിന്മയുടെ ആധിപത്യങ്ങളിൽ നിന്നും വിമോചിപ്പിക്കുന്ന അനുഭവത്തിലേക്ക് പ്രപഞ്ചത്തെ കൈപിടിച്ചാനയിക്കുക. അപ്പോൾ സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മളിപ്പോൾ കണ്ടതായ കാര്യങ്ങൾ കഴിഞ്ഞു പോയ ഏതാനും സെഷനുകളിൽ പങ്കുവച്ചതിൻ്റെ ഒരു സംഗ്രഹം ഞാനൊന്ന് അവതരിപ്പിക്കുകയായിരുന്നു. ഈ ഒരു പ്രബോധന പരമ്പര ദൈവരാജ്യ രഹസ്യങ്ങളുടെ ആഴപ്പെട്ട പങ്കുവെക്കലാണ്. അത് പടിപടിയായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു പരസ്പര ബന്ധം ചിലപ്പോൾ നമുക്ക് ഇച്ചിരി കിട്ടാതെ വരാം. അതുകൊണ്ട് ഞാനതൊന്ന് ഇടയ്ക്ക് ഒന്ന് സംഗ്രഹിച്ച് ഇങ്ങനെ അവതരിപ്പിക്കുന്നത്. ഒറ്റപ്പെട്ട ചില കാര്യങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും വരുന്നത് പോലെ പങ്കുവെച്ച് പോകുന്നതല്ല. ഈശോ വഴി സ്വർഗത്തിലെ ദൈവം പിതാവ് നമുക്ക് വെളിപ്പെടുത്തി നൽകിയിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങളുടെ സമഗ്രതയാർന്ന ഒരു പങ്കുവെക്കലാണ് ഇവിടെ നമ്മൾ പടിപടിയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 5 മേഖലകളിൽ നമുക്ക് വിടുതൽ നേടിയെടുക്കേണ്ട അവസ്ഥ ദുഷ്ടൻ ആദ്യ മാതാപിതാക്കളെ തൊടുക വഴിയായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ആ 5 മേഖല സൂചിപ്പിച്ച് കഴിഞ്ഞു. അത് നമുക്ക് എങ്ങനെ അവിടെ നമുക്കൊരു വിടുതൽ നേടാൻ പറ്റും, ദുഷ്ടൻ്റെ സാന്നിധ്യങ്ങളെ ദൂരീകരിക്കാൻ പറ്റും. അതിന് വേണ്ടത് ദൈവത്തോടുള്ള ബന്ധം മനോഹരമാക്കി ആഴപ്പെടുത്തിയെടുത്ത് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പുത്രൻ പുത്രി ആണ് ഞാൻ എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് അനുഭവത്തിലേക്ക് നമ്മുടെ ജീവിതം കൊണ്ടുവരിക. അത് ആഴമായ യഥാർത്ഥമായ അനുതാപത്തിൻ്റെ ദൈവസ്നേഹം, കാരുണ്യം വഴി ദൈവസ്നേഹം അനുഭവിക്കുന്നതിൻ്റെ ആ നിമിഷങ്ങൾ നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. രണ്ടാമത്തേത്, നമുക്ക് നമ്മളെപ്പറ്റി തന്നെയുള്ള ഒരു സമഗ്രതയില്ലായ്മ, നമ്മുടെ ഉള്ളു വല്ലാണ്ട് കലങ്ങി നമുക്കെതിരെ പൊരുതുന്ന, അങ്ങോട്ട് പോകണമോ ഇങ്ങോട്ട് പോകണമോ, ആ ആസക്തി വേണോ ഈ ആസക്തിയുടെ പുറകെ പോകണമോ, ആ പ്രേരണയ്ക്ക് അടിപ്പെടണമോ ഈ പ്രേരണയ്ക്ക് അടിപ്പെടണമോ, ഇങ്ങനെയുള്ള ചിന്തകളുടെ ഇടയിൽ ഇങ്ങനെ പല പല ആസക്തികളാൽ കലുഷിതമായ അവസ്ഥയിൽ എന്താ ചെയ്യേണ്ടത്? ഒറ്റ കാര്യമേ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നതിന് വേണ്ടി അവിടുത്തെ സ്വരത്തിന് കാതോർത്ത് അവിടത്തേക്ക് വിട്ടുകൊടുക്കുക. അതാണ് ഈശോയ്ക്ക് സാധിച്ചത്. ഗെത്സമനേ തോട്ടത്തിലെ പ്രാർത്ഥനയിൽ, പിതാവേ എൻ്റെ ഇഷ്ടം നോക്കണ്ട, അവിടുത്തെ ഇഷ്ടം നടവറിയാൽ മതി. പിതാവേ എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം മാത്രം എന്നെ നിറവേറട്ടെ. മറ്റ് താല്പര്യങ്ങളൊന്നും പുറകെ പോകാൻ ഈശോ വഴി കൊടുക്കാതെ ദൈവത്തിൻ്റെ ഹിതത്തിന് മാത്രം വിട്ടുകൊടുക്കുകയാണ്. പരിശുദ്ധ അമ്മയും അത് തന്നെയാണ് ചെയ്ത് നമുക്കറിയാം. അവിടുത്തെ വാക്കുപോലെ എന്നെ ഭവിക്കട്ടെ. അങ്ങനെ നമ്മുടെ ഉള്ളം ദൈവത്തിൻ്റെ വാക്കിന്
ദൈവസ്വരത്തിന്, ദൈവാത്മാവിൻ്റെ പ്രേരണയ്ക്ക് മാത്രമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ട് നീങ്ങാൻ നമുക്ക് വിട്ടുകൊടുത്ത് സാധിക്കുമ്പോൾ ആസക്തികൾ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചടിക്കുന്ന അവസ്ഥ നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കും. മൂന്നാമത്തേത്, സഹോദരങ്ങളുമായുള്ള ബന്ധത്തിലെ അസ്വസ്ഥത, അകർച്ചകൾ, അവിടെ നിന്നുണ്ടാകുന്ന മുറിവുകൾ, അവയെ കൈകാര്യം ചെയ്യുന്നിടത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഹൃദയപൂർവ്വം ക്ഷമിക്കുക. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പ്രാർത്ഥിച്ചത് ആ മാതൃക നമുക്ക് നൽകിക്കൊണ്ടാണല്ലോ. ഇവർ ചെയ്യുന്ന എന്താണെന്ന് ഇവരറിയുന്നില്ല, പിതാവേ ഇവിടെ ക്ഷമിക്കണമേ. ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിന് നിരന്തര അനുഭവമായിട്ട് നമ്മൾ മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. വീണ്ടും നാലാമത്തെ കാര്യം, ഈ സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ അപചയം, പാപത്തിന് അടിപ്പെട്ട അവസ്ഥ, അത് നമ്മിലേക്ക് ഇന്ന് ദുസ്വാധീനമായിട്ട് കടന്നു വന്നിട്ട് നമ്മളെ നിസ്സഹായപ്പെടുത്തുന്നു, ഞെരുക്കുന്നു. നമുക്ക് ഉദ്ദേശിക്കുന്ന നന്മ ചെയ്യാൻ പറ്റാതെ ഒരു വിശുദ്ധ സ്ഥലത്ത് ആയിരിക്കുമ്പം അവിടെയുള്ള പോസിറ്റീവ് എനർജി എന്ന് ഇന്ന് മോഡേൺ വാക്കുകൾ പറയുന്ന ആ ഒരു യാഥാർത്ഥ്യം പരിശുദ്ധാത്മ സാന്നിധ്യത്തിൻ്റെ അനുഭവമാണല്ലോ. അത് നമ്മളെ സഹായിക്കേണ്ടതിന് പകരം പൈശാചികമായ നെഗറ്റീവ് എനർജി നമ്മളെ ഇരുത്തിക്കളയുന്ന, ഞെരുക്കിക്കളയുന്ന, നിസ്സഹായപ്പെടുത്തുന്ന അവസ്ഥയെ മറികടക്കാൻ സ്ഥലത്തിൻ്റെ വിശുദ്ധീകരണം, അതിൻ്റെ ഏറ്റവും പ്രാഥമികമായ അനുഭവമാണ് സഭ നമുക്ക് നൽകുന്ന വീട് വെഞ്ചരിപ്പ്. നമ്മൾ എന്തെങ്കിലും വസ്തുക്കളൊക്കെ വാങ്ങിക്കുമ്പം അത് വെഞ്ചരിപ്പിച്ചെടുക്കുന്നത്, അതിവിടെ നമുക്ക് സ്വന്തമാക്കുന്നത്, അത് വീണ്ടും നമുക്ക് ആഴപ്പെടുത്തി ജെറിക്കോ പ്രാർത്ഥന പോലെയുള്ള ആത്മീയ പരിശ്രമങ്ങളിലൂടെ സ്വന്തമാക്കിയെടുക്കാനിട പറ്റും. അഞ്ചാമത്തെ കാര്യം, ഈ 4 അപചയ മേഖലകളെയും നമ്മിലേക്ക് എത്തിക്കുന്നതായ ഈ ഉത്ഭവപാപത്തിൻ്റെ തലമുറകളിലൂടെയുള്ള നമ്മിലേക്കുള്ള കടന്നു വരൽ, അതിനെ മറികടക്കുവാൻ, അധസ്വാദനങ്ങളെ ദൂരീകരിക്കുവാൻ തലമുറകളുടെ വിശുദ്ധീകരണം, മുൻ തലമുറകളുടെ വിശുദ്ധീകരണം, കുടുംബ വൃക്ഷ വിശുദ്ധീകരണം എന്നിങ്ങനെയൊക്കെ പറയുന്നതായ ആ ഒരു ശുശ്രൂഷയുടെ മേഖല, ആത്മീയ പോരാട്ടത്തിൻ്റെ മേഖല, ഹീലിംഗ് ദ ഫാമിലി ട്രീ, അങ്ങനെയുള്ള ആത്മീയ ശുശ്രൂഷകൾ അല്ല ആ ഒരു മേഖല പരിഗണിക്കേണ്ടതാണ് എന്നുള്ള ബോധ്യം ഓരോ വ്യക്തിയെയും ആത്മീയമായിട്ട് സഹായിക്കാൻ ഗൗരവത്തോടെ പരിശ്രമിക്കുന്ന ഏതൊരു സഭാ ശുശ്രൂഷകരും അവരുടെ ജീവിതത്തിൽ നിരന്തരം വീണ്ടും വീണ്ടും അനുഭവിച്ചറിയുന്നൊരു യാഥാർത്ഥ്യമാണ്. ഈ 5 കാര്യങ്ങളാണ് ദുഷ്ടൻ നമ്മളെ തൊടുകയില്ല എന്നുള്ള ഈ പ്രബോധന പരമ്പരയുടെ പൊതുശീർഷകത്തിൻ്റെ കരുത്തിലേക്ക് നമ്മൾ കടന്നു വരാനായിട്ട് ആഗ്രഹിക്കുമ്പം നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു മേഖലയിൽ ആദ്യത്തെ 4 കാര്യങ്ങൾ നമ്മൾ അല്പം സമയമെടുത്തിന് വീണ്ടും കാണും. അതിൻ്റെ അവസാനം പറഞ്ഞ ഈ തലമുറകളുടെ വിശുദ്ധീകരണം, നമ്മിലേക്ക് ഉത്ഭവഭാവത്തോടെ കടന്നു വരുന്ന ദുസ്വാധീനം, ഇതെന്തുമാത്രം ഗൗരവമുള്ളതാണ് എന്ന് നമ്മൾ ഈ സെഷനിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കതിൻ്റെ ബാക്കി അടുത്ത സെഷനിൽ കാണാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.